ചേച്ചി മോനെ കിട്ടി. ബെന്നിക്കുട്ടാ, അമ്മേ സുഖാണോ? നിന്നെ ഒന്ന് കാണാൻ അമ്മയ്ക്ക് കൊതിയാവോ മക്കളെ? നീ എന്നാ വരുന്നേ? നിനക്കവിടെ സുഖമാണോ? സുഖാണമ്മേ. പൊങ്കലെടുത്ത് വരുന്നോണ്ട് ഇവിടെ ജോലി കുറച്ച് കൂടുതലാ. കഷ്ടപ്പാടാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരും മക്കളെ. അമ്മയെ കാണാൻ കൊതിയില്ലാണ്ടല്ല, ഇക്കൊല്ലം കൂടി നിന്നാ നമ്മുടെ കടമൊക്കെ തീരത്തില്ലയോ. പിന്നെ നാട്ടിൽ വരുമ്പോ ഇച്ചിരി പൈസ കയ്യിൽ വേണ്ടേ? അമ്മയ്ക്ക് ഞാൻ എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും വേണ്ട മക്കളെ, നിന്നെ ഒന്ന് കണ്ടാ മതി. എന്താ അവിടെ ഒരു ഭയങ്കര ശബ്ദം? പാറ പൊട്ടിക്കുന്ന ഒച്ചയാ. അമ്മ പാറമടയിൽ പണിക്ക് പോവാന്നോ? കട അടച്ചു തീർക്കാൻ വേണ്ടി നീ ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോ അമ്മ എങ്ങനെയാ? വേണ്ട, കടമൊക്കെ ഞാൻ അടച്ചു തീർത്തോളാം. അമ്മ പണിക്കൊന്നും പോണ്ട. ഞാൻ ഫോൺ വെക്കുവന്നേ. ഒരു വർഷം കൂടി ആ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് ജോലി ചെയ്ത് ഓരോ മാസവും ഞാൻ തള്ളി നീക്കുമായിരുന്നു. എൻ്റെ അമ്മ കഷ്ടപ്പെടരുതെന്ന് കരുതിയ പഠിക്കാനുള്ള ആശ ഉണ്ടായിട്ടും ഒക്കെ വേണ്ടെന്ന് വെച്ച് ഞാൻ ആ തീച്ചോളെ കിടന്ന് പണിയെടുത്തത്. ஹலோ ചിപ്സ് കമ്പനിയല്ലേ? ஆமா, நீங்க யாரு? என்னவா? അവിടെ ജോലി ചെയ്യുന്നൊരു മലയാളി പയ്യനല്ലേ ബെന്നി? ஆமா. അവനെ ഒന്ന് വിളിക്കാമോ? അവന്റെ അമ്മ പാറമടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഉടനെ പുറപ്പെട്ട് വരാൻ പറയണോ? என்னங்க இங்க பாருங்க, நம்ம வெளிய இருக்கான்ல, அவன் அம்மா பாறை வெடிச்சு விழுந்து இறந்துட்டாளாம். அப்படியா? ஆமா. ഹലോ, ബെന്നിങ്ങില്ല. ഇല്ലേ? എവിടെ പോയി? അവ പക്കത്തൊരു പെണ്ണെ കൂട്ടി ഓടിട്ടാ. ஆமா. என்ன இப்படி சொல்லிட்டீங்க? ஏய், அவன் நிறைய பணம் வாங்கிருக்கு. போனா வர மாட்டியா? அவன் வேலை பாரு. என்ன ചാവി எடுத்துட்டு போ. கடவுளே, എൻ്റെ അയൽവക്കത്തുള്ള വാസുവേട്ടൻ്റെ മകൻ ബാലൻ നാട്ടിൽ പോയി വന്നപ്പോഴാ എൻ്റെ അമ്മ മരിച്ചിട്ട് 3 മാസമായി ഞാൻ അറിയുന്നത്. ആ ബാല, എപ്പോഴാ നീ നാട്ടിൽ നിന്ന് വന്നേ? എൻ്റെ അമ്മയെ നീ കണ്ടോ? സുഖായിരിക്കുന്നോടാ? നിന്റെ അമ്മ മരിച്ചിട്ട് 3 മാസമായി. എന്തുവാടാ നീ പറയുന്നത്? ഇവിടെ വിളിച്ചപ്പോ നീ ഏതോ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി പോയെന്നാ പറഞ്ഞേ. ആരാടാ പറഞ്ഞേ? നമ്മുടെ മുതലാളിയാടാ അങ്ങനെ പറഞ്ഞേ. എങ്ങോട്ട് പോകണം? നിക്കേ എങ്ങോട്ടാന്ന് വെച്ചാ പോണോ? നീ നാട്ടിൽ തന്നെ പൊക്കോ. എങ്ങോട്ടാ പോകണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ ഒരടി നടക്കാൻ മേലാതെ. മോനെ, ഡാ എഴുന്നേക്ക്. ഡാ, എന്താ എന്തു പറ്റി? എന്താ നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ?
കുറെ നേരം നമ്മളിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് വേഗം വാങ്ങാത്ത മോനെ ഡാ. വാ, എനിക്ക് വാ, ഒന്ന് പിടിക്കും മോനെ. എനിക്ക് മോനെ ഒന്ന് പിടിക്കും മോനെ. ഒന്ന് സഹായിക്കേ. കാഴ്ച കാണാൻ കൂടിയതാണോ മനുഷ്യപ്പറ്റില്ലാത്ത ജന്തുക്കള്? എനിക്ക് മോനെ എനിക്ക് ഇച്ചിരി കഞ്ഞിയാ മോൻ കുടിച്ചോ. കുടിക്കു മോനെ, കുടിക്കേ. എല്ലാ കാര്യങ്ങളും ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു. എത്രയാ? ഹലോ ജമീലേ. ഹായ്. ലാസറേട്ടാ, എന്താ രമണി ഇത്? സമയത്തിന് ഡ്യൂട്ടി കയറണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മുതലാളി വന്ന ആളെ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ സമാധാനം പറയും? ഒന്നും പറയണ്ട ലാസറേട്ടാ, രാവിലെ തന്നെ ഒരു പ്രശ്നത്തിലായി, അതുകൊണ്ടാ. കെട്ടിയവരാണെ വഴക്കിട്ട് പോയി. മുല കുടിക്കണ പിള്ളേരുമില്ല. പിന്നെ എന്താ അതിനൊക്കെ പ്രശ്നം? ഇതിന് ചേഞ്ച് വേണം. എന്നാ ലാസറേട്ടാ, രാത്രിയിൽ ഇവിടെ നിൽക്കാനും മുതലാളിയുടെ ബസ് ഓട്ടം കഴിഞ്ഞ് വരുമ്പോ കഴുകാനും ഒക്കെ ഒരു പയ്യന് വേണമെന്ന് ഇന്നാള് ലാസറേട്ടൻ പറഞ്ഞില്ലേ? ഇതെനിക്ക് അറിയാവുന്ന ഒരു പയ്യനാ. ഇവനെ കണ്ടിട്ട് ഇവൻ ആളൊരു പാവ. വരുമ്പോ എല്ലാവരും പാവ. 2 ദിവസം കഴിയുമ്പോ എല്ലി കുത്തിയിട്ട് അഭ്യാസം തുടങ്ങൂലേ? അയ്യോ, ഇവൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല. എന്താണ് അതിന്റെ പേര്? ബെന്നി. കഴുത്ത് കുരിശ് കണ്ടപ്പോഴേ മനസ്സിലായ നസ്രാണിയാണെന്ന്. എനിക്ക് കുരിശാവോ? ഇല്ല ലാസറേട്ടാ, ഞാൻ പറഞ്ഞില്ലേ പാവാണെന്ന്. എവിടെയായിരുന്നു മുമ്പ് പണി? അത് തമിഴ്നാട്ടിലെ നാഗർകോ. തമിഴ്നാട്ടിലൊരു ചായക്കടയിലായിരുന്നു പണി. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം കാരണം അവിടുന്ന് മലയാളികളൊക്കെ പറഞ്ഞു വിട്ടപ്പോ നാട്ടിലേക്ക് പോന്നതാ. ഓ, ഒരു മുല്ലപ്പെരിയാർ പ്രശ്നം കാരണം ഇനി എന്തെല്ലാം പൂലാണ് ഉണ്ടാകാൻ പോണത്.